തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. ദമാമിൽ നിന്ന് യാത്ര തിരിച്ച റഹീം 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത്. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, റഹീമിനെ സംബന്ധിച്ച് ഇത്രയേറെ വർഷങ്ങൾ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതാകട്ടെ ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ്. അതിനോട് പൊരുത്തപ്പെടുക അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരിക്കും. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണുള്ളത്? ഷമീനയുടെ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വിമാനത്തിലാണ് ദമാമിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. 8 വർഷത്തിന് ശേഷമാണ് ഈ റഹീം സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഏറ്റവും സന്തോഷത്തോടെ ചേർത്ത് നിർത്തേണ്ടിയിരുന്ന ഇളയ മകൻ ഉൾപ്പെടെ ഈ ഭൂമിയിൽ നിന്നില്ല എന്ന് അംഗീകരിക്കാനാവാതെ ഇപ്പോഴും ചങ്ക് പൊട്ടി അദ്ദേഹം കഴിയുകയാണെന്നാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നമ്മളോട് വ്യക്തമാക്കിയത്. ആ വേദനയ്ക്ക് നടുവിലേക്ക് ഇന്ന് റഹീം വന്നിറങ്ങുമ്പോൾ 2 വശങ്ങളിലായി, ഒരു വശത്ത് തന്റെ ഭാര്യ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് പോലീസ് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുമ്പോഴും വീണ്ടും ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുവരവിലാണ്. മറുവശത്ത് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ കേസിൽ പോലീസിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിൽ തുടരുന്ന മൂത്ത മകൻ അഫാൻ ഒരു കേസിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശേഷിക്കുന്ന കേസുകളിലും വൈകാതെ അറസ്റ്റ് ഉണ്ടാകും. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും എപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആ 2 വർഷങ്ങളിലായി ഏറ്റവും ചേർത്ത് നിർത്തിയിരുന്ന 2 പേർ വേദനകൾക്ക് നടുവിൽ കഴിയുകയാണ്. ഇതിന് നടുവിലേക്കാണ് അല്പസമയത്തിനകം റഹീം വന്നിറങ്ങുന്നത്. എങ്ങനെയായിരിക്കും ആ വൈകാരികമായ രംഗങ്ങൾ എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാം. വളരെ വേദന ഉളവാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ നാട് ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴും ആ സാധാരണ ഗ്രാമം, ഈ പേരമല എന്ന ഗ്രാമം, ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടായി എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ തന്നെയാണ്. അവിടേക്ക് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഹീം എത്തുമ്പോൾ അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെയുണ്ട്. തന്റെ പിതാവിന്റെ, തന്റെ സഹോദരന്റെ ഭാര്യ, ഉമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ കൂട്ടക്കൊലപാതകത്തിൽ എന്നേക്കുമായി ഇല്ലാതായിരിക്കുകയാണ്. ഇതിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് റഹീമിന് ഒരു സൂചനകളുമില്ലെന്ന് അദ്ദേഹം പോലീസിനോട് മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെ പലതവണ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക ബാധ്യതകളുടെ കാരണം എന്ത് എന്ന കാര്യം ഈ റഹീമിൽ നിന്ന് തന്നെ ചോദിച്ചറിയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടി ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനെയൊരു കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് റഹീം നൽകിയ മൊഴി മുഖവിലയ്ക്ക്, ഈ മകൻ നൽകിയ മൊഴി, അഫാൻ നൽകിയ മൊഴി മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. വ്യക്തമാകാനുള്ളത് ഈ ലഹരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെയോ ഉപയോഗം ഉള്ളതായുള്ള ഒന്നും ഈ മെഡിക്കൽ റിപ്പോർട്ടുകളിലൊന്നും പരിശോധനകളൊന്നും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ റഹീമിന് ഈ അഫാന് കഴിഞ്ഞു എന്ന ഒരു വലിയ ചോദ്യമാണ് പോലീസിന് മുമ്പിലും അവശേഷിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 2 പേരെയാണ് ഈ അനിയനെയും അതോടൊപ്പം തന്നെ പെൺസുഹൃത്തിനെയും ഫർസാനെയും ഇങ്ങനെ ഏറ്റവും വികൃതമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. അതിന്റെ കാരണം ഈ മറ്റെന്തെങ്കിലും ഉണ്ട്, ഈ സാമ്പത്തിക ബാധ്യതയല്ല പ്രതി പറയുന്ന കാരണത്തിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൽ ബാക്കിയാകുന്നുണ്ടോ? അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മറ്റ് കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ, കഴിഞ്ഞ 72 മണിക്കൂറിലേറെയായി അഫാൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. ആ സമയത്ത് അസ്വാഭാവികമായ പെരുമാറ്റമോ ആ തരത്തിൽ എന്തെങ്കിലും അഫാൻ പ്രകടിപ്പിക്കുന്നുണ്ടോ? അതോ പൂർണ്ണമായി ഈ അന്വേഷണത്തോട് ആദ്യഘട്ടത്തിൽ ആ ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരുന്നില്ല? ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുമോ? ഡാൻ, ഞാൻ ചോദിച്ചത് കഴിഞ്ഞ 2 ദിവസത്തോളമായി അഫാൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണല്ലോ ഉള്ളത്. ആ നിരീക്ഷണ സമയത്ത് ഏതെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റമോ മറ്റോ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അതോ തീർത്തും സ്റ്റേബിളായി
ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന യാതൊരു കുറ്റബോധവും ഇല്ലാതെ തന്നെയാണോ അഫാൻ പെരുമാറുന്നത്? അന്വേഷണത്തോട് സഹകരിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവമായിരുന്നില്ല ഈ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സെല്ലിലേക്ക് മാറ്റിയതിനു ശേഷം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കയ്യിൽ കൽപ്പിച്ചിരുന്ന ക്യാനില അടക്കം വലിച്ചു മാറ്റാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് ഈ വിഷാംശം ഉള്ളിലുണ്ട്, താൻ കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചെന്ന് ആദ്യം മൊഴി നൽകിയ അഫാൻ അത് പിന്നീട് മാറ്റി ശീതളപാനീയത്തിലാണ് ഇങ്ങനെ ഈ വിഷം കലർത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ പോലീസിന്റെ നിരീക്ഷണം തുടരുന്നു. പക്ഷേ ഈ ശ്രമങ്ങളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പോലീസിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു സാഹചര്യമായി മാറി. പക്ഷേ അതിനൊന്നും പ്രതി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സമയത്തും വിശദമായ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു മനോഭാവമായിരുന്നു അഫാന്റേത്. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥർ പല സംഘങ്ങളായി പല തരത്തിലൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന വഴിക്കാണ് ഇത്രയധികം കാര്യങ്ങൾ, അതായത് ഈ ഷെമിയുടെ പേരിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, 12ഓളം ആളുകളിൽ നിന്ന് വൻതുകകൾ കൈപ്പറ്റിയിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ ഇവരെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിലെ ചേതോ വികാരം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. അതിലൊരു വ്യക്തത ഇതുവരെ കൈവരിക്കാനായിട്ടില്ല. ഒരുപക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുക ഷെമിക്ക് മാത്രമായിരിക്കും. കാരണം ഷെമിയുടെ അപകടനില തരണം ചെയ്തിട്ടില്ല എങ്കിലും ആരോഗ്യസ്ഥിതി അത് കഴിഞ്ഞ ദിവസങ്ങളിലേതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഈ ഷെമിയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഡോക്ടർമാരുമായി അടക്കം അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ മറ്റ് ആശങ്കാജനകമായ കാര്യങ്ങളൊന്നുമില്ല. അവർ വൈകാതെ തന്നെ സുഖം പ്രാപിച്ചെത്തും എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഷെമിയുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമായി മാറുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ഒരു പോലീസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ ഈ അഫാന്റെ പിതാവ് കൂടി നാട്ടിലേക്ക് എത്തുമ്പോൾ പിതാവിന്റെ കൂടി സാന്നിധ്യത്തിൽ ഈ ഷെമിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ആ കേസിന് ഏക ദൃക്സാക്ഷിയായി അവശേഷിക്കുന്ന, ജീവനോടെ അവശേഷിക്കുന്ന ഷെമി, ആ ഷെമിയിൽ നിന്ന് ഈ വലിയ കൊടും പാതകത്തിലേക്ക് തന്റെ മൂത്ത മകനെ നയിക്കാനിടയായ സാഹചര്യം എന്ത് എന്ന ഏറ്റവും നിർണായകമായ ചോദ്യത്തിന് വൈകാതെ തന്നെ ഉത്തരം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 8 വർഷത്തിന് ശേഷം റഹീം നാട്ടിലെത്തുമ്പോൾ പോയതുപോലെ അല്ല കാര്യങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട ഇളയ മകനും സ്വന്തം മാതാവും സഹോദരനും ഭാര്യയുമടക്കം ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് വരുന്നത്. മൂത്ത മകനാകട്ടെ ഈ കൊലപാതക കേസുകളിൽ പ്രതിയായി ആശുപത്രിയിൽ കഴിയുകയുമാണ്.